കുമ്പളം സ്കൂളിൽ വെള്ളിയാഴ്ച ഒരു മൈം നടന്നു. പലസ്തീൻ അനുകൂല മൈമായിരുന്നു. അത് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടായി. അത് നിർത്തിവെച്ചു. ആ മൈം അതേ രീതിയിൽ മൊത്തത്തിൽ നിർത്തി. അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിങ്കളാഴ്ച വീണ്ടും ഈ മൈം നടന്നു. അപ്പോ എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ഇത് നിർത്തിയതെന്നോ അതിനെക്കുറിച്ച് അതിന്റെ പിന്നിൽ എന്താണ് ഇത് നിർത്താനുള്ള കാരണം ഇതൊന്നും അന്വേഷിക്കാതെ ശിവൻകുട്ടി പറയുകയാണ് തിങ്കളാഴ്ച ഇതങ്ങ് നടത്താൻ. അപ്പോ ഇപ്പോ അതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കാരണം ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് വെള്ളിയാഴ്ച നിർത്തിയത് എന്നുള്ളതിന്റെ. അപ്പോ എന്താണ് ഇതിന്റെ ഈ പെട്ടെന്ന് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ്, പക്ഷെ പലപ്പോഴും അധികാരത്തിലാണ് ഇത് രണ്ടാമത് നടത്തി എന്നുള്ളതാണ്. അതായത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ അധികാര പരിധികൾ എവിടം വരെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇപ്പൊ പറയാണ് ഒരു സ്കൂളിൽ പറയാണ്, എന്താ പറയാ, അവരുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂളിൽ 35 പേരെ അല്ലെ ഒരു ക്ലാസ്സിൽ 35 പേരെ വെച്ചിരുത്തുന്നു എന്ന് പറയുന്നു വെച്ചോ. അത് 35 പേര് കൂടുതലായി കഴിഞ്ഞാൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. അറിയാമല്ലോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. അപ്പം അവിടെ വന്നിട്ട് ഇയാൾക്ക് പറയാൻ പറ്റുമോ 45 ഇരിക്കട്ടെ 55 ഇരിക്കട്ടെ ഒരു ഡിവിഷനിൽ അങ്ങനെ, അല്ലെങ്കിൽ യൂണിഫോം മാറ്റ്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ പരിധികൾ എവിടം വരെയാണ്, മുഖ്യമന്ത്രി അല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിധികൾ എവിടം വരെയാണ്, അധികാര പരിധി എവിടം വരെയാണെന്ന് അറിയണം. യൂണിഫോം കോഡൊക്കെ സ്കൂളാണ് തീരുമാനിക്കുന്നത്. എംബളം അത് പറ്റും, എംബളം ഇവിടെ വയ്ക്കണം, പോക്കറ്റിൽ എംബളം വേണ്ട, പാന്റിന്റെ പോക്കറ്റ് മതി, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു കാര്യമാണ് എന്ന് പറയാൻ കാരണം ഇത് എന്താണ് നടന്നത്, അന്ന് എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത് മനോരമയിൽ തന്നെ ലേഖകൻ ഇത് എഴുതിയിട്ടുണ്ട്. മനോരമയിലെ ലേഖക ഈ അവിടെ നടക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇത് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വിദ്യാർത്ഥിയല്ല, അവിടെയുള്ള ഒരു അധ്യാപകയോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ശൈലജ എന്നാണ് അധ്യാപികയുടെ പേര്. എന്താണ് അവിടെ നടന്ന സംഭവം ഇതാണ്. അതായത് ഈ പരിപാടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൈം എന്ന് പറയുന്നത് മൂകാഭിനയമാണ്, അറിയായിരിക്കുമല്ലോ. മൈം മൂകാഭിനയമാണ്. ഈ മൂകാഭിനയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വാചിക അഭിനയം ഇല്ല, സംസാരിക്കില്ല. പിന്നെ ആംഗിക അഭിനയമാണുള്ളത്, കൈകൊണ്ടും ശരീരഭാഷ കൊണ്ടും പിന്നെ മുഖഭാവങ്ങൾ കൊണ്ടും ആണ് ഇവിടെ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യേണ്ടത്, കഥ പറച്ചിൽ നടത്തേണ്ടത്. അപ്പോൾ ഈ പാലസ്തീൻ വിഷയമാണ്, ഗാസയിലെ കൂട്ടക്കൊലയും ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയും പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു മൈമാണ്. ഇതൊന്നുമല്ല വിഷയം, ഇതൊന്നുമല്ല. മൈമിന് സ്കൂൾ കലോത്സവത്തിന് റൂളുണ്ട്. അതായത് 5 അംഗങ്ങളാണ് പാടുള്ളൂ, 5 അംഗങ്ങളെ പാടുള്ളൂ. അപ്പോൾ 4 അംഗങ്ങളും പിന്നെ ഒരു സഹായി കൂടെ ചേർത്ത് 5 അംഗങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അല്ല, 5 അംഗങ്ങളും ഒരു സഹായിയും കൂടെ ചേർത്ത് മൊത്തം 6 പേര്. ഈ സഹായി പുറത്താണ് നിൽക്കേണ്ടത്, സ്റ്റേജിന്റെ പുറത്ത്. അപ്പോൾ 5 അംഗങ്ങൾ സ്റ്റേജിലുണ്ട്, അവർ മൈം അവതരിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഘാടകർ ആദ്യം പറഞ്ഞു നിങ്ങൾ 4 പേര് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. 9 പേരും കൂടെ സ്റ്റേജിൽ വന്നപ്പോൾ സംഘാടകർ ആദ്യമേ പറഞ്ഞു എന്താണ് 4 പേര് പുറത്ത് പോകണം. ഓക്കെ, 4 പേര് അവർ വന്ന് ഫ്രണ്ടിലെ വരിയിലിരുന്നു, മുന്നിലെ വരിയിലിരുന്നു. മൈം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു ഡോള് പുറത്തെടുത്തു, ഒരു പാവ പുറത്തെടുത്തു, ഒരു കുഞ്ഞിനെ കാണിക്കാൻ, ഒരു കുഞ്ഞിൻ്റെ ജഡം കാണിക്കാനായിരിക്കാം, അങ്ങനെ പുറത്തെടുത്തു. അപ്പോൾ അത് പ്രോപ്പർട്ടിയാണത്. അവിടെ ഒരു അതെടുക്കാൻ പാടില്ല. കുഞ്ഞിനെ കാണിക്കാൻ മൈമിൽ ഇങ്ങനെ ഒരു ആക്ഷനാണ് കാണിക്കുന്നത്, അതിന് പകരം ഒരു ഡോള് എടുത്തു. അപ്പോൾ പക്ഷെ സംഘാടകരൊന്നും മിണ്ടില്ല, എന്തായാലും മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഒരു കൊടിയെടുത്തു, പാലസ്തീൻ്റെ കൊടിയെടുത്തു. അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അതായത് പാലസ്തീൻ്റെ കൊടിയും അതും പ്രോപ്പാണ്. അവിടെ കൊടിയെടുക്കാൻ തുടങ്ങി. അവിടെ കൊടിയെടുത്ത സമയത്ത് ഇത് അവിടെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. കാരണം ഇതിപ്പോൾ ബാക്കിയുള്ളവരെന്തോ പൊട്ടന്മാരാണോ മൈം അവതരിപ്പിച്ചവർ, ഇവർക്ക് ഇഷ്ടം പോലെ പാലസ്തീൻ അനുകൂലമായതുകൊണ്ട് എന്തും ചട്ടങ്ങളും ലംഘിക്കും അങ്ങനെയൊക്കെയാണോ എന്നുള്ള അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ഈ മൈം അങ്ങ് പൂർത്തിയായി. മൈം ഏകദേശം പൂർത്തിയാവാറ്. ഈ ഫ്രണ്ട് വരിയിലിരിക്കുന്ന 4 പേര് പെട്ടെന്ന് പാലസ്തീൻ്റെ കൊടിയും എടുത്ത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറി. ഇതെല്ലാം കൊച്ചു കുട്ടികളാണെന്ന് ആലോചിക്കണം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ കലോത്സവത്തിൽ നടന്നൊരു കാര്യമാണിത്. ഇവർ സ്റ്റേജിലോട്ട് മാർച്ച് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് കർട്ടൻ ഇട്ടു, കലോത്സവം ബ്ലോക്ക് ചെയ്തു. ഇത് മനോരമയിൽ വന്ന ലേഖനമാണ്. ശൈലജ എന്ന് പറയുന്ന അവിടുത്തെ സ്കൂളിലെ അധ്യാപകയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണിത്. പിന്നീട് വിദ്യാർത്ഥികളോട് ഇത് ചോദിച്ചപ്പോഴും ഇതാണ് അവിടെ നടന്നതെന്നുള്ളത് അവിടുത്തെ വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അതായത് ശൈലജ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് അവിടെ നടന്ന സംഭവം എന്നുള്ളത്. അങ്ങനെ ഇതിന് ശേഷം ഇതറിഞ്ഞതോടെ ഇതൊരു വാർത്തയായല്ലോ. വാർത്തയായപ്പോൾ ആരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാള പറ്റൂന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന ശിവൻകുട്ടി എന്താണ് ചെയ്തത്? ഉടനെ ഇതിന് അന്വേഷണമൊന്നുമില്ല. ഇതിൽ അന്വേഷിക്കാൻ വേണ്ടി റിപ്പോർട്ട് മറ്റേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറിപ്പ് തന്നെ വന്ന് ഇങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്,
പാലസ്തീൻ അനുകൂലമായിട്ടൊരു മൈം അവതരിപ്പിക്കുക, അത് കല എന്ന് പറയുന്നത് കലയുടെ ശക്തി അതാണ്. ഇങ്ങനത്തെ അപ്പൊ ആ കലയുടെ ശക്തി, ശിവൻകുട്ടി പറഞ്ഞതുകൊണ്ട് ഏത് കലയാണെന്നൊരു സംശയം. അപ്പൊ ആ കലയുടെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരിക്കലും അതിനെതിരെയുള്ള കടന്നുകയറ്റത്തിനെ സമ്മതിക്കില്ല, ജനാധിപത്യത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് തിങ്കളാഴ്ച ഇദ്ദേഹത്തിൻ്റെ ഓർഡറാണ്, ഇദ്ദേഹം ഓർഡർ കൊടുത്തു. ഈ പാലസ്തീൻ അനുകൂല മൈമ് വീണ്ടും 9 അംഗങ്ങളെ വെച്ച് കളിപ്പിച്ചു അവിടെ. അപ്പോൾ അത് കളിപ്പിച്ചു അവിടെ. അത് 9 അംഗങ്ങളോ 5 അംഗങ്ങളോ ആണെന്നറിയില്ല. എന്തായാലും ഈ പറയുന്ന പോലെ അവർ അതിനകത്ത് പക്ഷേ പ്രോപ്പുകളില്ലായിരുന്നു. പ്രോപ്പുകളില്ല. അപ്പോൾ ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഈ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അറ്റൻഷൻ കിട്ടാനാണ്. അപ്പൊ ഇവിടെ വാർത്തയാകും. അപ്പൊ അതെ ഞാൻ പറയുന്നത് ഈ കലോത്സവത്തിനെ നമ്മൾ ഏതൊരു കലോത്സവം സ്ക്രീനിങ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് ഈ പരിപാടി അവിടുത്തെ അധ്യാപകർ ഇങ്ങനെ നോക്കും, ഇത് സ്റ്റേജിൽ കാണിക്കാൻ കൊള്ളാവുന്നതാണോ, ചിലപ്പോൾ അസഭ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഞാനൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ പിന്നെ മറ്റേ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർമാർ വന്നിരുന്നത് വിലയിരുത്തും. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ റിഹേഴ്സലിന് ടീച്ചർമാർ വന്നിരുന്ന കണ്ടതിന് ശേഷം സ്റ്റേജിൽ കയറ്റാൻ സമ്മതിക്കും. ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ആണെങ്കിൽ അവരെ നോക്കില്ല, കാരണം നമ്മൾ പഠിച്ചു വരുന്ന സംഭവമായതുകൊണ്ട് കുഴപ്പമില്ല. സ്കിറ്റ് ചെയ്യുമ്പോ അതിൽ ഈ അസഭ്യ പരാമർശങ്ങൾ പ്രച്ഛന്ന വേഷം വരെ നേരത്തെ അവര് നമ്മൾ കാണിച്ചു കൊടുത്ത് അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവര് നമ്മളെ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ആ സ്ക്രീനിങ് ടെസ്റ്റ് ഒന്നുകിൽ ഇവിടെ സ്ക്രീൻ നടത്തിയില്ല എന്നുള്ളതാണ്. അത് നടത്താൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ അവിടെ നടത്തിയില്ലോ എന്നുള്ള കാര്യം അറിയില്ല. സ്ക്രീനിങ് നടത്തിയെങ്കിൽ അവിടെ എന്താണ് അതാണ് മുഖ്യ. ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ അവിടെ ഇതാണ് ഇദ്ദേഹം അന്വേഷിക്കേണ്ടത്. കാരണം സ്ക്രീനിങ് നടത്തിയപ്പോൾ ഇതെങ്ങനെ വന്നു, ഇവർക്ക് ആ സ്കൂളിലെ സംഘാടകർക്ക് നടത്തണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് സമയത്ത് തന്നെ ഇത് നിരോധിക്കാമല്ലോ, ഇല്ലേ? അല്ലെ, അത് പോയിട്ട് ഏറ്റവും വലിയ ഗുരുതര കുറ്റം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പലസ്തീൻ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെയാണ് ഒരു കലോത്സവം നടക്കുന്നത്? രാഷ്ട്രീയം വരുന്നു എന്നുള്ളതാണ്. കലോത്സവത്തിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. അപ്പോ ഈ കുട്ടികൾക്ക് അവർക്ക് കലയിലൂടെ അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാം. ഈ പറയുന്ന പോലെ 5 അംഗ ഈ റൂളുകൾ പാലിച്ചുകൊണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാം, പാലസ്തീൻ അനുകൂലമായിട്ടൊരു മൈൻഡ് ചെയ്യാം. പക്ഷെ അവരങ്ങനെ സ്കൂളിലല്ലേ, അതെ അവർക്കത് ചെയ്യാം, കലയിലൂടെ അവർക്ക് അവതരിപ്പിക്കാം. അവർക്ക് ഏത് ഇസ്രായേൽ അനുകൂലമായിട്ടോ പലസ്തീൻ അനുകൂലമായിട്ടോ കലയിലൂടെ ചെയ്യാം. അവിടെ നിയമബന്ധിതമായിട്ട് വേണം അത് ചെയ്യാനുള്ളത്. നിയമം തെറ്റിക്കുക എന്നുള്ളത് മനഃപൂർവ്വം അജണ്ടയായിരുന്നു ഞാൻ പറയാൻ കാരണം. ഒരുപക്ഷെ അതിൽ സാധാരണ മയമായിരുന്നെങ്കിൽ ഇത്ര ശ്രദ്ധ നേടണമെന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സാധാരണ മയമായിരുന്നെങ്കിൽ ശ്രദ്ധ നേടണമെന്നില്ല, അല്ലേ? ഇത്ര ശ്രദ്ധ നേടണമെന്നില്ല. അപ്പൊ ആദ്യം ഇങ്ങനെ മനഃപൂർവ്വം റൂള് തെറ്റിച്ച് ഇങ്ങനെ ഒരു അതായത് ഇപ്പൊ ഈ ഇതാരാണോ ഇതിന്റെ പിന്നിൽ ഈ മൈം ഒരുക്കിയത്, ഈ പിള്ളേരെ എല്ലാം ഇങ്ങനെ പഠിപ്പിച്ച് വിട്ടത്, അവരുടെ പിന്നിൽ തന്നെ ഇത്തരത്തിൽ ഈ മൈം തടസ്സപ്പെടണം, ഇതൊരു വാർത്തയാവണം എന്നുള്ളൊരു വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു. അപ്പൊ അതുണ്ടായിരുന്നു, അത് നടന്നു. അതുകൊണ്ടാണ് രണ്ടാമത് നടന്നപ്പോൾ അവർക്ക് പാലസ്തീൻ കൊടിയില്ല, പ്രോപ്പില്ല കറക്റ്റായിട്ട് നടത്തി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ രണ്ടാമത് നടത്തി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സമ്മാനം ഈ ജഡ്ജസിനും പ്രഷറുണ്ട്. സമ്മാനം കൊടുത്തില്ലെങ്കിൽ മനഃപൂർവ്വം കൊടുത്തില്ല എന്നുള്ള രീതിയിൽ വരില്ലേ അത്? തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് അധികാരം? അതായത് ഒരു കലോത്സവം നടത്താൻ പറയാനുള്ള അധികാരം, അല്ലെങ്കിൽ ഒരു മൈം നടത്തണം എന്ന് പറയാനുള്ള, അതായത് ഇവിടെ റൂളുകൾ തെറ്റിച്ചുകൊണ്ടാണല്ലോ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. റൂളുകൾ തെറ്റിച്ചു, അവിടെ ഡിസിപ്ലിൻ ആക്ഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നടത്തണം എന്ന് പറയാനുള്ള എന്ത് അധികാര പരിധിയാണ് വിദ്യാഭ്യാസ മന്ത്രി? അല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ശുഷ്കാന്തി നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാണ്. കാരണം ഡൈസിലൊക്കെ കയറി തുണി പൊക്കി മുണ്ടഴിച്ചിട്ട് ആടിയ ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് നിയമവും മര്യാദയൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അത് അറിയില്ല എങ്കിൽ അത് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം, പലസ്തീൻ മുദ്രാവാക്യം അത് സ്റ്റേജിൽ കാണിക്കാം, ഓക്കെ, അത് പരിപാടിക്കിടയിൽ നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കാം. പക്ഷേ ഫ്രണ്ട് റോയിൽ ഈ പരിപാടിയുമായി ബന്ധമില്ലാത്ത കുട്ടികൾ പൊടുന്നനെ കൊടി പിടിക്കുന്നു, അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്, അത് വീഴ്ചയാണ്. അത് അന്വേഷിക്കാതെ ഈ മൈം നടത്താൻ വീണ്ടും അനുവാദം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാവണം. കാരണം ഇത്തരത്തിൽ കലാപത്തിന്റെ ആഹ്വാനം നടത്താൻ പോലും കുട്ടികൾ മടിക്കില്ല എന്നുള്ളതാണ് ഇതുവഴി. ശരിക്കും അന്വേഷണം നടക്കേണ്ടത് ഇവരുടെ പിന്നിൽ ഈ മൈം പഠിപ്പിച്ചു വിട്ട് 2 രീതിയിൽ മൈം പെർഫോം ചെയ്യാൻ ഇവരെ ട്രെയിൻ ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം,
ഞാൻ ആദ്യം പറഞ്ഞു കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നു എന്ന് കേൾക്കുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ പുള്ളി വിചാരിച്ചു ഇത് കുറേ സംഘികളാണ് ഇത് മുടക്കിയത്. അങ്ങനെയല്ല, ഇത് മുടക്കിയതിന്റെ യഥാർത്ഥ കാരണം പിന്നെ നേതാവ് വരെ ഉണ്ട് അധ്യാപകരുടെ അതൊന്നും അന്വേഷിക്കാതെ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നു എന്ന് പറഞ്ഞത്. അതാണ് പറയുന്നത്. അവിടെയാണ് ശിവൻകുട്ടി എന്നുള്ള രാജ്യം അദ്ദേഹം എന്തെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പറയുന്നത്. കാരണം വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കുറച്ച് കിട്ടും.